എന്താണ് നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് ഒരാൾ ആഗ്രഹിക്കുന്നത് വലിയ പ്രയാസങ്ങളോ വലിയ കഷ്ടപ്പാടുകളോ ഒന്നുമില്ലാത്ത, ഇനി ഉണ്ടെങ്കിലും മനസ്സമാധാനം നഷ്ടമാകാത്ത ഒരു ജീവിതം എല്ലാവരും ആഗ്രഹിക്കണം. അതിന് കാരണം ഓരോ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോഴും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ അടക്കമുള്ള ആളുകളും സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ഇടപാടിലൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ദുഃഖത്തിലാണ്, ടെൻഷനാണ്. ചിലത് ആലോചിച്ചിട്ടാകാം, ചിലത് അനുഭവിച്ചിട്ടാകാം, ഒക്കെയാകാം. അറബി ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്ന് പുസ്തകത്തിന്റെ പേരാണ്. മലയാളത്തിലെ തർജുമകൾ ജീവിതം പരമാവധി ആസ്വദിക്കൂ. ആ പുസ്തകത്തിന്റെ പേരാണ്. നല്ല പുസ്തകമാണ്. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ലോകത്ത് കൂടുതലായി വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ആളുകൾ വായിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ആളുകൾ എപ്പോഴും മഹാഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും വിധത്തിൽ, അതിൽ അധ്യാപകര്, മാതാപിതാക്കള്, മക്കള്, തൊഴിലാളികൾ, മുതലാളി ഒക്കെ ടെൻഷനാണ്. അത് ചിലർ ആത്മഹത്യയിലേക്ക് എത്തുന്നു, ചിലർ ഗുളിക കഴിക്കുന്നു, ചിലർ ഡിപ്രഷനിലേക്ക് പോകുന്നു. അസ്വസ്ഥമായ മനസ്സും കാലുഷ്യമായ ഹൃദയവുമായിട്ടാണ് വിദ്യാർത്ഥികൾ വരെ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മളുടെ മതത്തിന്റെ പേര് ഇസ്ലാം എന്നാണ്. ഇസ്ലാം എന്ന മതത്തിന്റെ ഒരർത്ഥം നമ്മൾക്ക് അറിയാവുന്നതുപോലെ സമാധാനം എന്നാണ്. അപ്പൊ ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അയാൾ ആ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നവനാകുക എന്നാണ്. നമ്മൾ മുസ്ലിം ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ പോലെ അമിതമായ ടെൻഷനും അങ്ങേയറ്റത്തെ ഡിപ്രഷനും സദാസമയവും ദുഃഖിച്ച് നടക്കുന്ന ഒരാളാകാനേ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളുടെ പേര് മുസ്ലിം അല്ല. കാരണം മുസ്ലിം ദില്ലിന്റെ ഒരർത്ഥം ഇസ്ലാം എന്ന സമാധാനം അനുഭവിക്കുന്നവൻ എന്നതാണ്. സഹോദരങ്ങളെ, എങ്കിൽ ഈ പ്രശ്നങ്ങൾക്കും ഈ പ്രതിസന്ധികൾക്കും ഈ ടെൻഷനും അള്ളാഹുവിന്റെ മതത്തിൽ എന്താണ് പരിഹാരമായി അള്ളാഹ് നിർദ്ദേശിച്ചത്? പടച്ച തമ്പുരാൻ ഏതെങ്കിലും ഒരു ചെറിയ ചെപ്പടി വിദ്യയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ട്രീറ്റ്മെന്റോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് പ്രാർത്ഥിക്കാനോ അല്ല നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി അള്ളാഹ് നിർദ്ദേശിച്ചത്. മറിച്ച് നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജീവിതക്രമം നമ്മെ പഠിപ്പിക്കാൻ, വളരെ പ്രധാനമായിട്ട് കേൾക്കണം. നമ്മൾ അല്ലാഹു ഒരു ജീവിതക്രമം പഠിപ്പിക്കാൻ, ആ ജീവിതക്രമം നമ്മുടെ ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ടെൻഷനുകളോ ഗുളികയോ അല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥങ്ങളോ ചികിത്സകളോ മഹാഭൂരിപക്ഷവും നമ്മൾക്ക് ഉണ്ടാവുകയില്ല. അതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യവും നമ്മളും നമ്മുടെ കുടുംബവും ഹൃദയത്തിൽ ഉറപ്പിച്ച് ജീവിച്ചാൽ മതി. ഇതാണ് അല്ലാഹു നമ്മളോട് പറയുന്നത്. അതിലൊന്ന്, ഒന്നാമത്തെ കാര്യം, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിലാണ്, സ്വർഗത്തിലല്ല എന്ന ഉറച്ച ബോധ്യം ഉണ്ടാകണം. ഒന്നുകൂടി പറയണം. നമ്മളിപ്പോ നമ്മുടെ ഈ പള്ളിയിലടക്കം നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ജീവിതം ഇത് ദുനിയാവാണ്. ഇതൊരിക്കലും സ്വർഗമല്ല എന്ന് മരിക്കുന്നത് വരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ, അത് നമ്മൾ ഓർത്താൽ നമ്മുടെ മഹാഭൂരിപക്ഷം ടെൻഷനിന്റെയും അറുതി അവിടെ ആരംഭിക്കാൻ. സഹോദരങ്ങളെ, എന്റെ അങ്ങനെ പറയാൻ കാരണം, നമ്മ ഈ ദുനിയാവിലേക്ക് അള്ളാഹ് പറഞ്ഞയച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, പ്രധാനമായും വിശ്വാസികളെ 2 ലോകത്ത് നിങ്ങൾ ജീവിക്കണം. ഒന്ന് ദുനിയാവാണ്, 2 സ്വർഗലോകാണ്. ഇവിടെ സ്വർഗലോകത്തെ പറ്റി അള്ളാഹ് പറയണം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. സ്വർഗ്ഗം എന്താണെന്നറിയോ? കുത്തുവാക്ക് ഉണ്ടാവില്ല, ആക്ഷേപം ഉണ്ടാവില്ല, കച്ചറ ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല, അടിപിടി ഉണ്ടാവില്ല, നോവിക്കണ വാക്കാരും പറയില്ല, ദേഹത്ത് കൈവെക്കൂല, ഒന്നും ചെയ്യൂല. സമാധാനവും സന്തോഷവും ആഹ്ലാദവും മാത്രമായിരിക്കും അവിടെ. എവിടെ? സ്വർഗത്തിൽ മാത്രം. സ്വർഗത്തിൽ മാത്രം. എന്നിട്ട് അല്ലാഹു ദുനിയാവിനെ പരിചയപ്പെടുത്തി വരുന്നവരാണ്. വലനബുലുവന്നകും ബിൽ ഖൈരി വശ്ശർരി ഫിത്ന. ദുനിയാവ് അങ്ങനെയല്ല കേട്ടോ. ദുനിയാവിൽ ഖൈർ കൊണ്ടും ശർറ് കൊണ്ടും പരീക്ഷണം ഉണ്ടാകും. ഇവിടെ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും, ഇവിടെ ആക്ഷേപം കേൾക്കേണ്ടി വരും, ഇവിടെ നമ്മൾ ചെയ്യാത്തതിന്റെ പേരിൽ കുറ്റക്കാരനാകേണ്ടി വരും, ഇവിടെ നമ്മൾക്ക് പ്രിയപ്പെട്ട ആളുകൾ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും,
ഇത് ദുനിയാവാണ്, സ്വർഗല്ല. ദുനിയാവാണ്, ഇത് സ്വർഗല്ല. പരിശുദ്ധ ഖുർആൻ വീണ്ടും സ്വർഗത്തെ പറ്റി പറഞ്ഞ ഒരു വാചകം എന്തായോ? വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഉൻ. സ്വർഗം നമ്മൾ ആഗ്രഹിച്ചത് മുഴുവൻ ലഭിക്കുന്ന സ്ഥലമാണ്. നമ്മൾ കൊതിക്കുന്നത് മുഴുവൻ ലഭിക്കുന്ന സ്ഥലമാണ്. ഏത്? സ്വർഗം മാത്രം. ദുനിയാവോ? ദുനിയാവിൽ ആഗ്രഹിച്ചാൽ ലഭിക്കണമെന്നില്ല, ലഭിക്കാം. ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടണമെന്നില്ല, പകുതി കിട്ടാം, ചിലത് കിട്ടുക പോലുമില്ല. ദുനിയാവിനെ കുറിച്ച് അള്ളാഹ് നമ്മൾക്ക് പറഞ്ഞു തന്നു. കൂട്ടരെ, നമ്മൾ ഇപ്പോൾ ഈ പുള്ളിപ്പാടം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് സ്വർഗത്തിലല്ല. സ്വർഗമാക്കാമെന്ന് ഒരാൾ വിചാരിച്ചാൽ അവിടം മുതൽ അയാളുടെ ജീവിതത്തിൽ ടെൻഷൻ തുടങ്ങാൻ. മറിച്ച് ഞാനിപ്പോൾ ദുനിയാവിലാണ്. ദുനിയാവിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നന്മകളും തിന്മകളും സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ ഉണ്ടാകും. സ്വർഗം മാത്രമേ സന്തോഷം മാത്രമുള്ള, പ്രയാസരഹിതമായ, ആഹ്ലാദം മാത്രമുള്ള ഏകലോകം സ്വർഗം മാത്രമാണ്. ഇത് ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും നമ്മളും നമ്മുടെ കുടുംബവും അടിയുറച്ച് വിശ്വസിച്ച് കച്ചവടത്തേക്ക് ഇറങ്ങിയാൽ, കുടുംബജീവിതം നയിച്ചാൽ, നമ്മുടെ ജോലിയിലേക്ക് പ്രവേശിച്ചാൽ, രാഷ്ട്രീയത്തിലേക്കും സംഘടനയിലേക്കും ദൈനംദിന ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ, എന്തെങ്കിലും ഒരു പ്രയാസമോ പ്രതിസന്ധിയോ വരുമ്പോൾ നമ്മൾക്ക് തീരിൽ ഉറച്ചു നിന്ന് പടച്ചോനെ ശുക്ർ ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഹൃദയം വേണം, ഇതിൽ നിന്ന് മാറാൻ പാടില്ല. സഹോദരങ്ങളെ, നമുക്കറിയുന്ന രണ്ട് സംഭവങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, നമ്മൾ കേട്ടതാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ സഹാബി വനിതയാണ്. മകൻ മരിച്ചു. ഭർത്താവ് വൈകുന്നേരം വീട്ടിലേക്ക് വരികയാണ്. മകൻ മരിച്ചു, വീട്ടിൽ മകന്റെ മയ്യത്തുണ്ട്. ഇതൊരു അമർ ചിത്രകഥയല്ല, ഇസ്ലാമിക ലോകത്ത് ജീവിച്ചു പോയ നമ്മുടെ നേതാക്കന്മാർ ജീവിച്ചു കാണിച്ചത് ചരിത്രമാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നു, ഭർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിച്ചു. അവർ രാത്രി സന്തോഷം പങ്കിട്ടു, ദാമ്പത്യ ജീവിതം നയിച്ചു. എന്നിട്ട് കിടക്കലിന് മുന്നേ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് പറയാൻ, ഇക്കാക്ക, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? നമുക്കൊരാള് ഒരു സാധനം സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു തന്നു. എന്നിട്ട് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഞാൻ തിരിച്ചു വാങ്ങും, അതുവരെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഒരു കാര്യം ഏൽപ്പിച്ചു തന്നു. എന്നിട്ട് അദ്ദേഹം യാദൃശ്ചികമായ ഒരു ദിവസം വന്നിട്ട് ആ സാധനം തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് വല്ല പ്രയാസം ഉണ്ടാകുമോ? ഭർത്താവ് പറഞ്ഞു, ഇല്ല. എന്തേ കാരണം? നമ്മുടെ അദ്ദേഹം തരുമ്പോ തന്നെ പറഞ്ഞു, സൂക്ഷിക്കാനാണ്, ഞാൻ ഏത് സമയത്ത് ചോദിക്കും കേട്ടോ. എന്നിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് ഭർത്താവിനോട് പറയണം, എങ്കിൽ ഇക്കാക്ക, നമ്മുടെ ചെറിയ കുട്ടിയില്ലേ, ആ കുട്ടിയെ പടച്ച തമ്പുരാൻ കൊണ്ടുപോയിക്കണട്ടോ. നമ്മളെ തിരിച്ചു തരുമ്പോഴേ, നമുക്ക് അള്ളാഹു ആ കുട്ടിനെ തരുമ്പോഴേ ഏത് സമയത്തും കൊണ്ടുപോകാനുള്ള പറയണ്ടല്ലോ, അള്ളാഹു നമ്മുടെ കുട്ടിനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. സഹോദരങ്ങളെ, ആവർത്തിക്കാൻ ഇതൊരു കഥാപുസ്തകമല്ല, ഇത് ജീവിച്ച സഹാബാക്കൾ. എങ്ങനെ കഴിയും? സ്വന്തം ഭർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിച്ച് ഒന്നിച്ച് ജീവിതം പങ്കിടുമ്പോൾ മകൻ മരിച്ചു കിടക്കാൻ സ്നേഹമില്ലാത്തോണ്ട അല്ല, ആർപ്പുവിളിയും അട്ടഹാസങ്ങളും ടെൻഷൻ അടിച്ചിട്ട് ഡിപ്രഷന്റെ ഗുളികത്തെ അവർ കുടിക്കാത്തത് എന്തേ കാരണം അറിയൂ? അവർക്ക് കുട്ടിനെ കിട്ടുമ്പോ അവർക്കറിയാം, ഈ കുട്ടിനെ ഞങ്ങളോട് ചോദിക്കാതെ അന്ന് തിരിച്ചുകൊണ്ടുപോകും. കൈ അന്ന് തരുമ്പോ അറിയാം, ഇതിലെ വിരല് പടച്ചു തമ്പുരാൻ തിരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അന്ന് തരുന്നത്. കണ്ണ് രണ്ടും തരുമ്പോ അന്ന് പറഞ്ഞാണ്, ചിലപ്പോ ഇതിന് തിമിരം ബാധിക്കും, അല്ലെങ്കിൽ ആക്സിഡന്റിൽ കൊണ്ടുപോകും. ഇത് രണ്ടും പോകാത്ത കണ്ണും ഒന്നും നഷ്ടപ്പെടാത്ത കൈകാലുകളും ഒരു ടെൻഷനില്ലാത്ത ജീവിതം, മരിച്ചതിന് ശേഷം അമൽ സ്വാലിഹാത്തുണ്ടെങ്കിൽ സ്വർഗത്തിൽ മാത്രമേ കൂട്ടരെ കിട്ടുള്ളൂ. ഇത് സ്വർഗത്തിൽ മാത്രമേ കിട്ടുള്ളൂ. ഇതെന്തേ നമ്മൾക്ക് ബോധ്യപ്പെടാതെ പോയത്? ഇസ്ലാമിലെ രണ്ടാമത്തെ സംഭവം, അത്താഴ് സലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അസുഖം ബാധിച്ചു, കാല് മുറിക്കേണ്ടി വന്നു. കാല് മുറിച്ചു. അന്നത്തെ അവസ്ഥ നമുക്കറിയാം. അന്നത്തെ കാലത്ത് അനസ്തേഷ്യ, പച്ചക്ക് മുറിക്കേണ്ടി വരും. അല്ലാഹു അഅലം, അന്നത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടാവും. കാല് മുറിക്കേണ്ടി വന്നു, മുറിച്ചു മാറ്റിയതിനു ശേഷം ഉടനെ അദ്ദേഹം കേട്ട ഫസ്റ്റ് വാർത്ത എന്താ അറിയും? അതിന് 6 മക്കളാണ്. ഒരു കുട്ടി ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കെ താഴേക്ക് വീണിട്ട് ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് മരിച്ചു. സ്വന്തം കാല് പോവുക, കൂടെ ഒരു കുട്ടി പോവുക. അത്താഴ സ്ഥലത്തുള്ളവന്റെ കണ്ണുനറിയില്ല, എന്നറിയും, സ്വാഭാവികമാണ്, മനുഷ്യനാണ്. പക്ഷെ അത്താഴ സ്ഥലങ്ങളുള്ളവർ പറഞ്ഞ വാചകം എന്താ അറിയും? പടച്ചോനെ, നീ എനിക്ക് എന്റെ ശരീരത്തിൽ 2 കൈ 2 കാല് അവയവങ്ങൾ കൈവിരലുകൾ എല്ലാം നീ എനിക്ക് തന്നു. ഇതില് 10 നിനക്ക് കൊണ്ടുപോകാമായിരുന്നു, 5 നിനക്ക് കൊണ്ടുപോകാമായിരുന്നു, 4 കൊണ്ടുപോകാമായിരുന്നു. പടച്ചോനെ, ഒരു കാലല്ലേ നീ കൊണ്ടുപോയത്? ഒറ്റ കാലല്ലേ? അൽഹംദുലില്ലാ നാഥ,
നിനക്കാണ് സർവസ്തുതിയും. പക്ഷേ എനിക്ക് 6 കുട്ടികളെ തന്നു. 6 പേരെയും ഒരു വെള്ളപ്പൊക്കത്തിൽ ഒന്നിച്ചു കൊണ്ടുപോകാമായിരുന്നു. 5 പേരെയും മന്ദബുദ്ധിയാക്കിയിട്ട് നിനക്ക് തരാമായിരുന്നു, പലരെയും ചെയ്ത പോലെ. പക്ഷേ 5 കുട്ടികളെ ബാക്കിയാക്കിയിട്ട് ഒന്നിനെ നീ കൊണ്ടേക്കല്ലേ. അൽഹംദുലില്ലാഹ്, പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും. സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ പറയേണ്ടത്. നമുക്ക് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ, കച്ചവടത്തിലോ ശരീരത്തിലോ കുടുംബജീവിതത്തിലോ അവനാ കരുതുന്ന ഒരു കാര്യത്തിലോ ചെറിയൊരു പിഴ വന്നാൽ അതോടുകൂടി നമ്മൾ ടെൻഷനായി, ഉറക്കല്ലാതായി, കുളി കുടിക്കാനായി, കാണുന്നവരുടെ മുഴുവൻ മുഖത്ത് തന്നെ നമ്മൾ കാർമേഘം മൂടിയതുപോലെയായി. എന്നിട്ട് കൂട്ടത്തിൽ നമ്മൾ പറയട്ടെ ഉറക്കെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, പടച്ചോനെ വിശ്വാസം. നമ്മളെ അറബി നാട്ടിൽ പോയ ആൾക്കാർക്ക് അറിയാം, ബാപ്പ മരിച്ചു എന്ന് ഒരു അറബിയായ ദീനിയായ ആള് ഉപ്പ മരിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത വാരം എന്താ അറിയോ? അൽഹംദുലില്ലാഹ്. നമ്മളെ മുസ്ലിമീങ്ങൾ മലയാളികൾ പറയോ? വേണ്ട, മലയാളികൾ കേട്ടെന്ന് പറയോ? എന്താണ് ബാപ്പാണ് ഇഷ്ടമില്ലാത്തത്? അല്ല പിന്നെ എന്താണോ വാക്കിന്റെ അർത്ഥം അറിയോ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവാണ് സർവസ്തുതി ഇല്ലാത്തത് അറിയോ? പടച്ചോനെ, ജനിച്ച ഉടനെ ബാപ്പല്ലാതെയാണ് എന്റെ നബി വളർന്നത്. എന്റെ കൂട്ടുകാരന്മാരിൽ പലരും ജീവിതത്തിൽ ഇന്ന് വരെ ബാപ്പാനെ കണ്ടിട്ടില്ല. ജീവിതത്തിൽ ജനിച്ച അന്ന് മുതൽ നട്ടലിന് ക്ഷതം പറ്റി ഒരേ ബെഡിൽ കിടക്കുന്ന 100 കണക്കിന് പിതാക്കന്മാരും മാതാക്കന്മാരിലോട്ട് പടച്ചോനെ 57-ാം വയസ്സ് വരെ എന്റെ ബാപ്പാനെ കാണാൻ നീ എനിക്ക് തൗഫീഖ് നൽകിയില്ലേ? ബാപ്പാന്റെ കയ്യും പിടിച്ച് അങ്ങാടി നടക്കാൻ നീ തൗഫീഖ് നൽകിയില്ലേ? മദ്രസയിൽ കൊണ്ടുപോയി ചേർക്കാൻ തൗഫീഖ് നൽകിയില്ലേ? ഇപ്പോഴല്ലേ നാഥാ നീ കൊണ്ടുപോയത്? അൽഹംദുലില്ലാഹ്. അതാ ദീൻ. അത് അനുഭവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവും കേട്ടോ. നമ്മളെ സങ്കടം ഉണ്ടാവും, ഡിപ്രഷനിലേക്ക് പോകില്ല, അസ്വസ്ഥനാവില്ല. ഇത് അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു. ഒന്നുകൂടി ആവർത്തിക്കാൻ നമ്മുടെ നാട്ടില് നമ്മളെ ശരിക്കും മനസ്സിലാക്കാട്ടോ. നമ്മുടെ പുള്ളിപ്പാടം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് അയൽവാസികളായ 2 ആൾക്കാർ അവരുടെ 2 മക്കളെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മൂത്ത മകനെയും നമ്മുടെ അയൽവാസിയായ അവന്റെ കൂട്ടുകാരനായ അവരെ വീട്ടിൽ നിന്ന് അവരുടെ മൂത്ത മകനെയും ഗൾഫിലേക്ക് പറഞ്ഞേക്കാം. അപ്പൊ ഒരു വീട്ടിലെ ചർച്ച കേട്ടോ. ആ വീട്ടിലേക്ക് നാളെ ഗൾഫിലേക്ക് പോയില്ലെങ്കിൽ ആഴ്ച കഴിഞ്ഞ് പോവുകയാണ്. അവിടുത്തെ കുടുംബക്കാരെല്ലാവരും കൂടിയിട്ട് മോനോട് പറയണം, മോനെ എടാ ഈ ആദ്യമായിട്ട് ഗൾഫിൽ പോകല്ലേ, നമ്മൾ അവിടുത്തെ അതേ അന്തരീക്ഷം ആവരട്ട, ചൂട് കുറച്ച് കൂടുതലായിരിക്കും, അന്തരീക്ഷം ഇങ്ങനെ കുറെ കഴിഞ്ഞിട്ടായിരിക്കും മാറുക. അതേപോലെ അപ്പൊ അതിന്റെ ഒരു കുറച്ച് പ്രയാസം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഫുൾ ടൈം എ സിയിലായിരിക്കും. ഇവിടെ അധികം എ സിയിലല്ലോ. അതുകൊണ്ട് ആദ്യത്തെ 1 മാസം ചിലപ്പോൾ ശരീരവേദനയോ ജലദോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് ഇതിൻ്റെതാണ്, കുഴപ്പമില്ല, മാറൂട്ടോ. പിന്നെ നിങ്ങൾക്ക് ഭാഷ പ്രത്യേകിച്ച് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഓഫീസിൽ 2-3 മാസം പ്രശ്നം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ ശീലമാവും, ഒരു കുഴപ്പമില്ലാണ്ടൊക്കെ ശരിയാവും. ഭക്ഷണം ഇവിടുത്തെ അതേപോലെ ആയിക്കണമെന്നില്ല, ചിലപ്പോൾ കിട്ടുന്നത് ആദ്യം കിട്ടുന്നത് അത് 2-3 മാസം ക്ഷമിച്ചാൽ പിന്നെ ശരിയാവട്ടോ. എടാ വിചാരിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ ഇങ്ങോട്ട് വിളിക്കാൻ കഴിയണമെന്നില്ല, ഉമ്മ അവിടെ കാത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കഴിയുമ്പോൾ വിളിച്ചാൽ മതി, ഉമ്മക്ക് റാഹത്താട്ടോ, കിട്ടാത്തിൽ സങ്കടപ്പെടണ്ട, 6 മാസം കഴിഞ്ഞാൽ എല്ലാം ശരിയാവട്ടോ. ഇങ്ങനെ പറഞ്ഞിട്ടൊരു മകനെ പറഞ്ഞേക്കും. അപ്പുറത്തൊരു മകനോട് മകൻ എടാ ഈ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, അത് പെടുത്തതേ പോലെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞേക്കുന്നു. ഈ 2 പേരുടെയും ഗൾഫ് ജീവിതം എങ്ങനെ ഉണ്ടാവും? ഈ 2 പേരുടെയും ഗൾഫ് ജീവിതം എങ്ങനെ ഉണ്ടാവും? ഒന്നാമത്തവന്റെ ജീവിതത്തിൽ കാലാവസ്ഥ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, അവിടുത്തെ അന്തരീക്ഷങ്ങള്, ഭാഷാ പ്രശ്നം, തൊഴിലിന്റെ പ്രശ്നം, കൂടുതൽ ജോലി, ഫോൺ വിളിച്ചിട്ട് കിട്ടുക, ഇതൊക്കെ വരുമ്പോ അവന് സങ്കടം ഉണ്ടെങ്കിലും അവന് വാപ്പിയും പറഞ്ഞ് ഓർമ്മ ഉണ്ടാവും, ഇൻഷാ അല്ലാഹ് അത് ശരിയാവും, ഇത് ശരിയാവും. ഗൾഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കുറച്ചേക്ക് അത് ശരിയാവും. അപ്പൊ പിന്നെ റാഹത്താവും. അവരുടെ 10 കൊല്ലം അത് ആവശ്യത്തിലാണോ അതുവരെ അവരവിടെ നിൽക്കും. രണ്ടാമത്തെ മാസം നാട്ടിൽ എത്തും. എന്തേ കാര്യം? ഓനിവിടുന്ന് ഒക്കെ അവിടെ ഉണ്ടാവുന്ന രീതി പോകണതാണ്. പറഞ്ഞു കൊടുത്തില്ല, അതിൽ വിശ്വാസിയതായി. ഒന്നാമത് അല്ലാഹ് അങ്ങനെ ആയത്തിൽ പറഞ്ഞു, കൂട്ടരെ ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന ദുനിയാവാണ്, ഇവിടെ എങ്ങനെ ഉണ്ടാവും? വെള്ളപ്പൊക്കം ഉണ്ടാവും, കൊറോണ ഉണ്ടാവും, നിപ്പ ഉണ്ടാവും, അടുത്തല്ല ചിലപ്പോ വീണ്ടും ഉണ്ടാവും, ബാപ്പ മരിക്കും, ഉമ്മ മരിക്കും, കയ്യ് പോകും, കാല് പോകും. ശ്രദ്ധിക്കണം കേട്ടോ, ദുനിയാവാണ്. ഇതൊന്നും ഇല്ലാത്ത ലോകം സ്വർഗ്ഗമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കണ്ടേ? ഈ നാട്ടിലെ ക്രൈസ്തവ സഹോദരങ്ങൾ ജീവിക്കണ പോലെ നമ്മൾ ജീവിക്കണ്ടേ? അല്ല. പക്ഷെ ജീവിക്കണത് എങ്ങനെയാണ്? ഒരേ ടെൻഷൻ, ഒരേ പ്രശ്നം. ഒരു സംഭവം പറയട്ടെ, അറിയാൻ വേണ്ടി പറയട്ടെ, മനസ്സിലാകാൻ വേണ്ടി പറയട്ടെ. ഒരു കുടുംബത്തിൽ ഒരു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, ത്വലാഖുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു. അപ്പൊ ഒറ്റക്കാരൻ ചെന്ന് കയറിയ ഉടനെ അവിടുത്തെ ഉമ്മ പറഞ്ഞു, മൗലവി ത്വലാഖുമായി ബന്ധപ്പെട്ട് നമുക്ക് 2ാമത് ചർച്ച ചെയ്യാം. ആദ്യം അവളുടെ മകൾ 19 വയസ്സ് 20 വയസ്സ് തന്നെ, അവൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തെറ്റിപ്പോന്ന അന്ന് മുതൽ ഇത് 2.5 ആഴ്ചയായി ഇന്ന് വരെ അവൾ നിസ്കരിച്ചിട്ടില്ല. അവള് പറഞ്ഞ എന്താ അറിയും? ഞാൻ അത്രയും കാലം നന്നായിട്ട് ജീവിച്ചിട്ടുണ്ട്, ജീവിതം എങ്ങനെ ആയി തീർന്നല്ലോ.
അതെന്താ? അത് കുഫ്റാണ്. നിസ്കരിക്കാതെ കാഫിറാണ്. അതിനൊക്കെ അങ്ങനെ മരിച്ചാണ്ടല്ലോ കഴിഞ്ഞു കഥ. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ കാരണം എന്താ? എന്തേ കാരണം? ഞാൻ നന്നായി ജീവിച്ചാൽ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. അത് ആര് പറഞ്ഞെന്നാണ്? ശൈത്താൻ പറഞ്ഞു. ശൈത്താൻ പറഞ്ഞു, ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചാൽ, ഞാൻ ബാക്കിയുള്ള കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും വരാൻ പാടില്ല. എന്നിട്ട് എവിടേക്കെത്തി? പ്രവാചകന്റെ വാക്ക് എന്തറിയോ? അക്ബറുൽ കബായിർ സൂഉൽ ദന്നി ബില്ലാഹ്. ലോകത്തെ ഏറ്റവും വലിയ തെറ്റുകളിൽ പെട്ട ഒന്നെന്തറിയോ? അള്ളാഹിനെ പറ്റി തെറ്റായി ധരിക്കുക. പടച്ചോനെ അങ്ങനെ കാട്ടിയാലോ, എന്നാലും എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ രണ്ടെട്ടാടി അടുപ്പിച്ച് ആശുപത്രിക്ക് നമ്മളെ മക്കൾ കൊണ്ടുപോയാൽ അപ്പ ഭാര്യമാർ തുടങ്ങും, എന്ത് വിധിയാണ് പടച്ചോനെ ഇന്റെ പേക്ക് കാട്ടി, ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒന്നും ശിക്ഷ ബാക്കി കുടുംബത്തിന് പടച്ചോ വരുത്താൻ മതി. രണ്ടെട്ട് ആശുപത്രിക്ക് പോയാൽ മതി, 2 വട്ടം. ഈ വാക്ക് എന്തുകൊണ്ടുണ്ടായത്? നമ്മളെ നമുക്ക് ദീനിയായ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. ദീനിയായ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് ജീവിക്കണം കേട്ടോ. ഭാര്യമാർക്കും മക്കൾക്കും പറഞ്ഞിട്ടുണ്ട്, മക്കളെ 60 വയസ്സ് വരെ 70 വയസ്സ് നമ്മൾ ജീവിക്കുന്നത് സ്വർഗല്ല. ഇവിടെ പോളിസിക്കാരും ടിവിക്കാരും പരസ്യക്കാരും പറയും, നിങ്ങൾക്ക് സ്വർഗതുല്യമായ വീട്, നിങ്ങൾക്ക് സ്വർഗതുല്യമായ ആരോഗ്യം നടക്കൂല. എന്നാണോ നമ്മളത് വിചാരിക്കുന്നത്, അന്നും ടെൻഷൻ തുടങ്ങും. അതുകൊണ്ടൊന്ന്, ദുനിയാവിലെ ജീവിതം സന്തോഷം ഉണ്ടാവും, സന്താപം ഉണ്ടാവും. സന്തോഷം വരുമ്പോൾ പടച്ച തമ്പുരാനെ ശുക്ർ ചെയ്യുക, സന്താപം വരുമ്പോൾ പരിശ്രമിക്കുക, അതിനെ റിക്കവർ ചെയ്യാൻ പരിശ്രമിക്കുക. കൂടെ മനസ്സിലാക്കുക, സ്വർഗത്തിലെ പോലെ ദുനിയാവിൽ ജീവിക്കാൻ കഴിയില്ല. പടച്ചോന്റെ പരീക്ഷണമാണ്. അതിന് ഞാൻ ഒരിക്കലും അല്ലാഹുവിനെ കുറ്റപ്പെടുത്തൂല. ഒന്ന്. രണ്ടാമത്തെ ജീവിത വീക്ഷണം കൂടണ്ടാണ്ട്. 2 സഹോദരങ്ങളെ, അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വിധിക്കുന്ന പരീക്ഷണമല്ലാതെ അല്ലെങ്കിൽ ശിക്ഷയല്ലാതെ പടച്ചതമ്പുരാൻ വിധിക്കുന്ന ഏത് വിധിയും നമുക്ക് നന്മ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിൽ ആവർത്തിക്കുന്നു, നമ്മളുടെയും നമ്മുടെ കുടുംബത്തിലും പടച്ചതമ്പുരാൻ വിധിക്കുന്ന ഏത് വിധിയും പടച്ചോൻ അതുകൊണ്ട് നന്മ മാത്രമേ നമുക്ക് വരുത്തുള്ളൂ. അത് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ഇപ്പൊ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പിന്നീട് മനസ്സിലാവും. നമ്മൾ പ്രസന്റിൽ ജീവിക്കുന്ന ആളാണ്. പടച്ച തമ്പുരാൻ നമ്മുടെ ഭാവിയെ കുറിച്ച് അറിയാം. ഖുർആനിലെ ആയത്തും ദർശനങ്ങളെ നമ്മൾക്ക് വെറുപ്പുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം അത് പടച്ച തമ്പുരാൻ ഒരുപാട് നന്മ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഉദാഹരണം പറയാം, കുട്ടിയില്ല, എനിക്ക് കുട്ടിയില്ല എന്ന് വെക്കാം. പ്രയാസം ആണ്, ആഗ്രഹമുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നു, പക്ഷേ കുട്ടിയില്ല. 2 രൂപത്തിൽ ആൾക്കാർ പ്രതികരിക്കും. ഒന്നും തരും, അള്ളാഹുടെ തേടും, പിന്നെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സകലമായ ശിർക്കും തങ്ങന്മാരി പാത്രങ്ങളും ഒക്കെ പോകും, മുസ്ലിമീങ്ങളൊക്കെ പോകും, തൗഹീദുള്ളവരും പോലുണ്ട്. നമ്മുടെ നാട്ടിൽ തുലാഭാരം നടത്തിയത്, ഗുരുവായൂരപ്പനോടെ പോയിട്ട് തുലാഭാരം നടത്തിയത് ഹാജിയാരാണ്, കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട്. പഴക്കൂലാന്ന് ആരും വിചാരിക്കാനുണ്ടോ? അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഭാര്യന്റെ കുടുംബക്കാര്, നമുക്ക് അതും കൂടി നോക്കാം, അങ്ങോട്ടും കൂടി പോയി നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നിൽക്കാനും പോകാൻ മനസ്സില്ലെങ്കിൽ ഓരോ പറഞ്ഞേക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്കാ കുഫറും ശിർക്കും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വിശ്വാസത്തെ ആലേക്കാരും അയാൾ ശ്രമിക്കും, ചികിത്സിക്കും, പ്രാർത്ഥിക്കും. എന്നിട്ട് അയാളുടെ മനസ്സിലുറപ്പി, പടച്ചോനെ കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് മക്കളെ കൊടുത്ത പടച്ചോനെ എനിക്കിപ്പോ മക്കളെ തെറ്റിന് ഒരു പ്രശ്നമല്ലല്ലോ, ഒരു പ്രശ്നമല്ല, പിന്നെ എന്റെ അവർക്ക് മക്കളെ കൊടുത്ത പടച്ചോൻ എനിക്ക് തരാത്ത, അതിൽ എനിക്ക് അല്ലാഹു ഒരു ഖൈർ വിധിച്ചിട്ടുണ്ടാവും. എനിക്കിപ്പോ മനസ്സിലാവൂല, ഇൻഷാ അല്ലാഹ് എനിക്ക് അല്ലാഹ് മനസ്സിലാക്കി തരും. പരിശുദ്ധ ഖുർആൻ അത് തന്നെ പറഞ്ഞു. നമ്മളെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ ഖിദർ നബി ഇങ്ങനെ കഴുത്ത് മുരണ്ട് കൊന്നപ്പോ, വധിച്ചപ്പോ മൂസാ നബി ചോദിച്ചില്ലേ, എന്തിനാണ് ആ കുട്ടിനെ കൊന്നത്? അതിന് ഖുർആൻ പറഞ്ഞ മറുപടി എന്തറിയോ? വഅമ്മൽ ഗുലാം ഫകാന അബവാഹു മുഅ്മിനീൻ ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫറാ. ആ കുട്ടിന്റെ പാപ്പി നല്ല മുത്തഖികളാണ്, പക്ഷെ ഈ കുട്ടിനെ കൊണ്ട് അവർ ലോകത്ത് കുടുങ്ങും, കിടങ്ങേറാവും, മാനം കെടും. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇവിടെ മക്കളിൽ എത്രയോ വാപ്പാരെ പഠിച്ചോ ഇങ്ങനെയാണ് ഈ കുട്ടിനെ വേണ്ടിയില്ലായിരുന്നു എന്ന് പറയില്ലേ? അങ്ങനെ എന്റെ മകൻ, എനിക്കൊരു കുട്ടി ഉണ്ടായാൽ, എന്റെ ഒരു മകൻ ഉണ്ടായാൽ അവൾ മുഖേന ലോകത്ത് അപമാനിതനാകാതിരിക്കാൻ അല്ലാഹ് തൽക്കാലം സ്വർഗത്തിന് വേണ്ടി എനിക്ക് മാറ്റി വെച്ചതാണ് എന്നൊരു വിശ്വാസിക്ക് ചിന്തിക്കാൻ കഴിയും. ഓൻ ടെൻഷൻ ഉണ്ടാവില്ല, ഓൻ പ്രാർത്ഥിക്കും, ചികിത്സിക്കും, ശ്രമിക്കും. കൂടെ കിട്ടിയിട്ടില്ലെങ്കിലും അവന് നിരാശ ഉണ്ടാവില്ല, ഉറപ്പോഴും നിരാശ ഉണ്ടാവില്ല. കാരണം അവന്റെ മനസ്സിങ്ങനെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തല്ലേ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രബലമാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ച സംഭവത്തിൽ കാണുന്നതാണ്. ആശയം ഏതായാലും ഇസ്ലാമികമാണ്. മരുഭൂമിയിലെ മാടപ്രാവ് എന്നറിയപ്പെടുന്ന ഒരു സഹാബിന്റെ, മരുഭൂമിയിലെ മാടപ്രാവ്
എന്ന് പറഞ്ഞാൽ അത്രയും പടച്ച തമ്പുരാന്റെ പ്രവാചകൻ സിനിമയിൽ സുല്ലാഹിയുടെ കൂടെ ഇബാദത്തിന് സൽക്കർമ്മത്തിനൊക്കെ ഫുൾ ടൈം പള്ളി ഇബാദത്ത് ദീനിയാണ്. നല്ല അത്യാവശ്യം നല്ല സാമ്പത്തികമായ പരാധീനതയുള്ള സഹാബിയാണ്. അപ്പൊ സഹാബിനോട് പ്രവാചകൻ തിരുമേനിസ്വലം അദ്ദേഹത്തിന്റെ ആരാധനയെ കണ്ട് പ്രവാചകൻ തിരുമേനിസ്വലം ചോദിച്ചു, നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും അള്ളാഹുവോട് പ്രാർത്ഥിക്കണോ എന്ന് ചോദിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തോട് ഇഷ്ടം കൊണ്ട് ചോദിക്കാണ്, നിനക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണടാ. അപ്പൊ സഹാബി റസൂലാ കുറച്ച് പൈസ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ന്യായമല്ലേ? ആണ്. ഇസ്ലാമിൽ പ്രാർത്ഥിക്കാൻ പോലെ പറ്റും. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. പ്രവാചകൻ ഉടനെ ചോദിച്ചു, അത് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കണോ? കുറ്റം ചെല്ലുന്നാലും പ്രാർത്ഥിക്കണോ? റസൂൽ എനിക്കൊരു പ്രശ്നമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ചു. അല്ലാഹു പ്രാർത്ഥന കേട്ടു. അദ്ദേഹത്തിന് കച്ചവടത്തിൽ കൃഷിയിൽ കുറച്ച് വർധന കൊടുത്തു. ചരിത്രത്തിന് പറഞ്ഞിട്ടുണ്ടായി. അദ്ദേഹം ജമാഅത്തിനൊക്കെ പള്ളിക്ക് വരും, അല്ല ജുമാഅത്തിന് പള്ളിക്ക് വരും. ജമാഅത്ത് മുടങ്ങാൻ തുടങ്ങി. കാരണം കച്ചവട കേന്ദ്രത്തിൽ കൃഷി സ്ഥലത്ത് പഠിക്കാനുണ്ടായതുകൊണ്ട് അന്ന് വരെ 5 വക്തിൽ ഒന്നിങ്ങനെ സഹാബി ഇങ്ങനെ വരാതെക്കാൻ തുടങ്ങി. ജുമാക്ക് മാത്രമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജുമാ ഒന്നരാടാകാൻ തുടങ്ങി. കാരണം കാലി സമ്പത്ത് കൂടി. അവസാനം പള്ളി കിഴക്കിടക്ക് മാത്രം വരുന്ന ഒരാളായി, ഫുൾ ടൈം വന്നിരുന്ന ഒരാൾ. സക്കാത്ത് പിരിക്കാൻ വേണ്ടി പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ വിട്ടപ്പോ, ഹാമിലികൾ അവരെ വിട്ടപ്പോ, കുളമ്പൊടിഞ്ഞ ഇസ്ലാമിൽ ന്യൂനതയുള്ള ഒരു മൃഗത്തെ സക്കാത്തായിട്ട് കൊടുക്കാൻ പാടില്ല. കുളമ്പൊടിഞ്ഞ കുട്ടുകാലൊടിഞ്ഞ ഒരു ഒട്ടകത്തെ പ്രവാചകന്റെ സഹാബാക്കൾക്ക് സക്കാത്തായിട്ട് കൊടുത്തു. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചിട്ട് സഹാബാക്കളുടെ പറഞ്ഞ വാചകൻ, ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ പള്ളിയും അവനും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഇന്ന് അവനോടല്ലോ. പടച്ച തമ്പുരാൻ അവന് നൽകിയ പരീക്ഷണമാണ് ആ സമ്പത്ത്. കൂട്ടനെ നമ്മൾ പൈസ ഇട്ടാൻ വേണ്ടി കുറെ എഴുതില്ലേ അല്ലേ? ചിലതൊക്കെ അത് തരുന്നുള്ളൂ, തരാതൊക്കെ തരാതെന്നറിയോ? നമ്മക്കവ സ്വർഗം കരുതിയോണ്ടാണ്. നമ്മക്കവ സ്വർഗം കരുതിയോണ്ടാണ് ഭാര്യമാരെ. നമ്മക്കെങ്ങാനും അള്ളാഹു നമ്മൾ ചോദിച്ച പൈസ പോലെ തന്നിട്ടുണ്ടെങ്കിൽ ഈ പള്ളിക്ക് ജുമാക്കാരും നേരണ്ടാവില്ല. സുബൈക്ക് നമുക്ക് നീക്കാൻ നേരണ്ടാവില്ല. നമുക്ക് സക്കാത്ത് കൊടുക്കാൻ മനസ്സ് സമ്മതിക്കൂല. ഞാൻ നയിച്ചുണ്ടാക്കിയ പൈസക്ക് സ്വതം കൊടുക്കാൻ ഹൃദയം സമ്മതിക്കൂല. ശൈത്താനെ പിടിച്ചു വെക്കും. അള്ളാഹു നമ്മൾ പൈസക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ഫുള്ളായിട്ട് തരാതെക്കണം. ചിലർ തരൂലെന്ന് തീരുമാനിക്കണം. നമ്മുടെ പൈസയെക്കാളപ്പുറം സ്വർഗത്തിൽ നമ്മൾ ഉണ്ടാകണം എന്ന് കാരുണ്യവാനായ നാഥൻ നമ്മളെക്കാളും നമ്മെ സ്നേഹിക്കുന്നുണ്ടാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഒരു നിരാശക്കൂട്ടൻ ഉണ്ടാവില്ല, ഒരു നിരാശ ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹ് അവർ പറയും. ഞാൻ വിദ്യാർത്ഥികൾ കൂടി വേണ്ടി പറയണം. എന്റെ ജീവിതത്തിലെ അനുഭവമാണ്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു പരീക്ഷ വന്നിരുന്നു. ആ പരീക്ഷയിൽ 2-3 കുട്ടികൾക്ക് വേണ്ടി ഒരു പങ്കെടുക്കുന്ന സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രി വരെ പഠിക്കാനുള്ള മുഴുവൻ സ്കോളർഷിപ്പും അവർക്ക് അനുവദിക്കുമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് 2 കഴിഞ്ഞിട്ട് നേരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. മുഴുവൻ പഠിക്കാൻ എല്ലാ വിധത്തിലും IAS ഒക്കെ ആകാനുള്ള മുഴുവൻ കോഴ്സുകൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഉമ്മാരും മക്കളും നിരന്തരമായി, അന്നത്തെ കാലല്ലോ, ഇരുന്ന് പഠിക്കാൻ എല്ലാവരും പഠിച്ചു. എന്റെ ഓർമ്മയിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു കുട്ടിക്ക് മാത്രം, ഒറ്റ കുട്ടിക്ക്, ഒരു മുസ്ലിം സഹോദരനായ ഒരു കുട്ടിക്ക് മാത്രം. ബാക്കി എല്ലാ കുട്ടികളും രക്ഷിതാക്കൾ നിരാശരായി. സ്വാഭാവികമായിട്ട് നിരാശരായി. എന്താണ്ടായതാണ്? കോഴ്സ് കഴിഞ്ഞു, പ്ലസ് 2 കഴിഞ്ഞു, ഡിഗ്രിക്ക് ഡൽഹിയിലേക്ക് പോയി. 2-3-4 മാസം കഴിഞ്ഞു പിന്നെ നമ്മൾ കേൾക്കുന്നത് അവിടെ അവൻ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് അവന്റെ കൂടെയുള്ള എല്ലാ ചെക്കന്മാരും വൃത്തികേടും ലഹരിയും ഒക്കെ ഉപയോഗിക്കണം. അവൻ കൂടിയില്ല. അതുകൊണ്ട് ഒരു പാർട്ടിക്കിടയിൽ കാറിൽ വെച്ച് ഹൈ ഡോസിലുള്ള ലഹരി പദാർത്ഥം അവന്റെ ശരീരത്തിൽ സിറിഞ്ചിലായിട്ട് എന്താണ് ഉപയോഗിക്കാത്ത ആനനം കുത്തി. ശരീരം മനസ്സും സമ്മതിക്കാത്ത ഒരാളുടെ ശരീരത്തിലേക്ക് പുറത്തു നിന്ന് ആദ്യ ലഹരി പദാർത്ഥം ഹൈ ഡോസിൽ കുത്തിയാൽ ശരീരം പറക്കും, ബ്ലോക്കാകും. അവൻ ബോധരഹിതനായി 1 മാസം ICUവിൽ അങ്ങനെ നാട്ടിൽ വന്ന് ഇന്നും 33 വയസ്സ് 34 വയസ്സ് പ്രായമുള്ള അവന് 22 വയസ്സുകാരുടെ ബുദ്ധിയാണ്. ഇനി പറയും അള്ളാഹു നമുക്ക് തരാനത് ഖൈറാ ശർറാ. നമ്മുടെ ചില പരീക്ഷയ്ക്ക് എഴുതൂലേ, നന്നായി ശ്രമിക്കൂലേ? ശ്രമിക്കാത്തതിനെ പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ ശ്രമിച്ചു, പ്രാർത്ഥിച്ചു, പടച്ചോട്ടുന്നില്ല. സാരല്ല കൂട്ടരെ, സാരല്ല. നമ്മൾ അധ്വാനിച്ചു, ഒരു കച്ചവടത്തിന് വേണ്ടി അധ്വാനിച്ചു, ഹലാലായ മാർഗം മുഴുവൻ നോക്കി, കിട്ടിയില്ല. നമ്മുടെ കുട്ടി കല്യാണത്തിന് വേണ്ടി ശ്രമിച്ചു, നമ്മൾ പറയല്ലേ വക്കത്തെത്തിപ്പോയി. എന്തുകൊണ്ടാ പോണറിയോ? നമ്മളതിന്റെ തൊട്ടുകൊണ്ട് അല്ലാഹു പ്രാർത്ഥിച്ചു, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. പടച്ചോനെ ദുനിയാവിൽ ഖൈർ മാത്രം തന്നാ മതി. ഈ കല്യാണം ഖൈറല്ലേന്നു, നമ്മക്ക്
അറിയില്ല. അതുകൊണ്ട് അന്ന് ബ്ലോക്കാക്കി, പടച്ചോ ബ്ലോക്കാക്കി. നമ്മൾ ബസ്സാത്തൊക്കെയാണ് നമ്മൾ പറയില്ലേ, എന്താണ് ഒരൊറ്റ ബസ് നിർത്തില്ല, സൗകര്യം നിർത്താൻ വേണ്ടി ശ്രമിക്കാം. നിർത്തണ്ട, നമുക്ക് ഹൈറായ വണ്ടി പടച്ചവൻ നിർത്തിത്തരും. നമ്മൾ എത്ര തവണ പറഞ്ഞു പടച്ചോനെ, നമ്മൾ കയറാൻ വിചാരിച്ച് നഷ്ടപ്പെട്ട വണ്ടി പിന്നീട് ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോൾ നമ്മൾ പറയും പടച്ചോനെ, അള്ളാഹുവിന്റെ ഒരു വിധിയെ, പടച്ചോന്റെ ഒരു കഴിച്ചിലാക്കലേ. ഇത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശ്വാസികളായ നമ്മളോട് അള്ളാഹുവിന്റെ വാക്കാണ്. വിശ്വാസികളെ, പടച്ച തമ്പുരാന്റെ വിധിയിൽ ചില കാര്യം നമുക്ക് വെറുപ്പാ തോന്നും. എന്തേ ഇപ്പൊ അത് മുടങ്ങിയത്, എന്തേ ശ്രമിച്ചിട്ട് കിട്ടാനത്, എന്തേ ഇപ്പൊ ഗൾഫിലെത്തിയിട്ട് ഇങ്ങനെ ശരിയാകാത്തത്. നമ്മൾ ശ്രമിച്ചിട്ട്, ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ശിക്ഷയുടെ ഭാഗമായിട്ട് അള്ളാഹ്ക്കണ തീരുമാനങ്ങളല്ല, മറിച്ച് നമ്മൾ ശ്രമിച്ചിട്ട് അള്ളാഹിനെ അടുത്തിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ നമ്മൾ അത് ദോഷാന്ന് വിചാരിച്ചിട്ട് അള്ളാഹിനെ ശ്രമിക്കുമ്പോ ഈ ആയത്ത് നോക്കുക, നമ്മുടെ മനസ്സിൽ ദോഷകരമാണ് എന്ന് തോന്നുന്ന ചില കാര്യം അത് ഭാവിയിൽ നന്മയാണ് എന്ന് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ചില കാര്യം നമുക്ക് നന്മയാണ് എന്നാണ് നമ്മുടെ മനസ്സ് തോന്നുന്നെങ്കിൽ ഭാവിയിൽ നമുക്ക് ശർറായിരിക്കും. അള്ളാഹ്ക്ക് ശരിക്കറിയാം, നമുക്കറിയില്ല. ഒന്നുകൂടി പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി, ആക്സിഡന്റ് പറ്റിയിട്ട് 2 വർഷം കഴിഞ്ഞ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയപ്പോ അതേപോലെ വാചകപ്പെടും. എന്താണ് ഒരു വ്യാഴത്തിൽ കൊല്ലം ഭയങ്കര ഇടങ്ങേറ്. ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടറിയും, ഇപ്പൊ എനിക്ക് ഈ ആക്സിഡന്റ് ഹൈറായി തോന്നി. ഇൻഷാല്ലാഹ് ശരിയാവും. എന്ത്, ഞാൻ നിസ്കരിച്ചിട്ടില്ലേ, ഇതിനായിട്ടൊരു ബന്ധമില്ല, ഫുള്ള് ചക്കന്മാരൊക്കെ നടക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടറിയും, പടച്ചൊരിക്കൽ ഇപ്പൊ ഖുർആൻ അത് നേരണ്ട്, കിടക്കിനോട് നിസ്കരിക്കാൻ നേരണ്ട്. ഞാൻ ഇങ്ങനെ തയമ്മു ചെയ്ത് നിസ്കരിക്കാൻ പഠിച്ചു. സുബഹി അലാറം വെക്കാതെ ഞാൻ നീക്കുന്നുണ്ട്. ഇനി ഇൻഷാല്ലാഹ് ഒന്ന് ശരിയായാൽ അത് തുടരുന്നുണ്ട്. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അദ്ദേഹം പറയണോ, ചോദിക്കാത്ത സംശയം, എനിക്ക് അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പടച്ചോനെ, ഞാൻ എഴുന്നേറ്റ് നടന്നാൽ വീണ്ടും പഴയ പോലെ ആക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കടത്തിയാൽ മതി എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇത് ചില ബോധ്യപ്പെടലാണ്. അള്ളാഹു നമുക്ക് വിധിക്കുന്നത് മുഴുവൻ നമുക്ക് ഹൈറാണ്. അത് നമുക്ക് മനസ്സിലായില്ല. ഇത് ആലോചിച്ചാൽ ഓരോ വിധിയിലും നമുക്ക് ശ്രദ്ധ തോന്നിയാലും അതിൽ അള്ളാഹു ഹൈർ വിചാരിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അള്ളാഹു അനുഗ്രഹിക്കും മാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി വ സഹോദരങ്ങളെ, ഒന്ന്, നമ്മൾ ജീവിക്കുന്ന ദുനിയാവാണ്, സ്വർഗത്തിലല്ല ഉറച്ച് വിശ്വസിച്ചാൽ മതി. അപ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, സന്തോഷത്തിന്റെ കൂടെ അത് ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മതി. അങ്ങനെ ഉൾക്കൊള്ളണമെങ്കിൽ അങ്ങനെ ഹൃദയം വേണം. 2, പടച്ച തമ്പുരാൻ നമുക്ക് വിധിക്കുന്ന ഏത് വിധി നന്മയെ അന്ന് വിധിക്കുള്ളൂ. അത് ഭാവിയിലേക്ക് മനസ്സിലാവും. ഇപ്പൊ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. 3, എന്റെ കൂടെ മനസ്സിലാക്കണം. 3, നമ്മൾ ഈ ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അള്ളാഹു നമുക്ക് സ്വർഗം തരും. വല്ലാഹി ഈമാനിൽ വിശ്വാസം. നമുക്കിപ്പോ ഇവിടെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മാത്രം സാമ്പത്തികമായി പ്രയാസം, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെക്കാൾ ജോലി കിട്ടാൻ എന്തൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെ കല്യാണങ്ങള്, വീട്, വാടക വീട്, സാമ്പത്തികമായി എല്ലാം കൂട്ട രോഗം. ഈ സമയത്ത് നമ്മൾ ഭൗതികമായ ട്രീറ്റ്മെന്റും അതിന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ അള്ളാഹ് അനുവദിച്ച ഹലാലായ മാർഗത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ഒരു കാര്യമില്ല. നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രയാസത്തിനും പടച്ചതമ്പുരാൻ സ്വർഗം തന്നുകൊണ്ടേയിരിക്കണം. അതിനേക്കാളും വലുത് എന്താ ഉത്തരം? പ്രവാചകന്റെ ഹദീസ്, മാ യുസീബുൽ മുഅ്മിനു മിൻ നസ്ബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്ൻ വലാ ഗമ്മിൻ ഹത്താ ശൗഖതി യുശാഖുഹാ. ഒരു വിശ്വാസിന്റെ ജീവിതത്തിലുള്ള മാനസിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ശാരീരിക പ്രശ്നം, ടെൻഷൻ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപമാനങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിനൊക്കെ കാലിൽ ഒരു മുള്ളു കുത്തുന്നതിന് പോലും ഇല്ല ഗഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. ഓരോ പാപവും അല്ലാഹു പുറത്തുകൊണ്ടേ നിൽക്കുകയാണ്. മറ്റൊരു ഹദീസിൽ എന്താ പറയുക? ഹത്താ യൽഖല്ലാഹു തആല മാ അലൈഹി ഖതിയ. ഒരു തെറ്റുമില്ലാത്തവനായി, നിഷ്കളങ്ക ഹൃദയമുള്ളവനായി പടച്ചവനെ കണ്ടുമുട്ടാൻ വേണ്ടി അല്ലാഹുവിനെ ചെയ്യുകയാണ്. സ്വർഗ്ഗം കിട്ടും. എന്താ പറഞ്ഞു? ഒറ്റ വാക്കറിയോ? അമലു സ്വാലിഹാത്ത് കൊണ്ട്, നിസ്കരിക്കാൻ നോക്കുക, അതുകൊണ്ട് കിട്ടാത്ത സ്വർഗം, അല്ലെങ്കിൽ അത് തികയാതെ വരുമ്പോ അള്ളാഹ് തരും. ചെറിയ ചില പരീക്ഷണം വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, പടച്ചോനെ നബിനെ കാണാനും അള്ളാഹനെ കാണാനും ഞാൻ ഇതിന് ഭൗതികമായി പരിഹാരം തേടുമ്പോൾ തന്നെ പടച്ചോനെ പറ്റി ചീത്തത് വിചാരിക്കാതെ എനിക്കിത് സ്വർഗത്തിലുള്ള വഴിയാണ് ഉറച്ച് വിശ്വസിച്ചാൽ പിന്നെ എന്ത് ടെൻഷനെ നമുക്ക്. മാല പോയി, ഒരു സഹോദരന്റെ മാല പോയി, കുട്ടിക്ക് വേണ്ടി, പേരക്കുട്ടിക്ക് കല്യാണത്തിന് വേണ്ടി എടുത്ത ചില
5 പവനൊക്കെ പോയി നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ട് എന്തൊരു സങ്കടം ഉണ്ടാവും. കാരണം വർഷങ്ങളോട് ഉണ്ടാക്കിയ സാധനമാണ്. ഒരു കുട്ടി വെച്ചാൽ അപ്പൊ സഹോദരൻ പിന്നെ കഴിഞ്ഞ പിറ്റത്തെ ഒരാഴ്ചക്ക് ലേണിംഗ് ക്ലാസ്സിൽ കണ്ടപ്പോ അല്ല എന്താണ് എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു പോയി കുറെ തെരഞ്ഞു കിട്ടിയില്ല. അപ്പൊ ഞാൻ അള്ളാഹിനോട് പറഞ്ഞു പടച്ചോനെ ഞാൻ ശ്രമിച്ചു കിട്ടിയില്ല, അത് കിട്ടുന്ന ഒരാൾക്ക് ഖൈറിലാക്കി മാറ്റണമേ, ഞാൻ അത് സ്വതക്കയായിട്ട് എന്റെ മനസ്സിൽ ചിന്തിച്ചു. കഴിയോ? കഴിയുമ്പോ നമ്മൾ മുമ്പിനാവും. മരിക്കും വരെ ഖബർക്ക് പോണത് വരെ 4-5 പവന്റെ മാല എന്ന് പറയുന്നത് അത് ടെൻഷനാണ്. അതിനർത്ഥം നോക്കണ്ടെന്നല്ല, അത് ഈമാൻ കൊണ്ട് അതിജയിക്കാൻ കഴിയണം. ഈമാൻ കൊണ്ട് അതിന് ഇങ്ങനെ ഒരു ഹൃദയം ഉണ്ടാണ്. ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, നമ്മൾക്ക് ഇപ്പോൾ ചെറുതായി തോന്നുന്ന ഹൈറാന്ന് പറയാൻ ബോധ്യപ്പെടാനാണ്, ചിലപ്പോൾ വർഷം എടുക്കുമെന്ന് പറയാനാണ്. എനിക്കറിയുന്ന ഒരു കുടുംബം, ശ്രദ്ധിച്ച് കേട്ടത് ആകെ എന്താണ് പറഞ്ഞതിൽ ആർക്കും മനസ്സിലാവും. എനിക്കറിയുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ വാപ്പ ഉമ്മ 8 മക്കളാണ്. ഇവിടെ ഇരിക്കുന്ന ഉപ്പാരുടെ പ്രായത്തിലുള്ള ആ പ്രായമാണ് അന്നത്തെ അവരുടെ പ്രായം. എന്ന് പറഞ്ഞാൽ വളരെ പ്രായമുള്ള ആൾക്കാർ. പക്ഷെ 8 മക്കൾ, നല്ല പട്ടിണിയാണ്, നല്ല പട്ടിണി. കുടുംബസമേതം ഖുറാഫാത്തിലാണ്. അങ്ങനെ തൗഹീദിന്റെ വചനങ്ങൾ കിട്ടാത്തൊരു നാടാണ് ഖുറാഫാത്തിലാണ്. 8 മക്കൾ. അപ്പോ ഇതിൽ ഇവരുടെ ബന്ധുക്കൾ അരീക്കോട് ഭാഗത്തുണ്ട്. അപ്പൊ 8 മക്കൾ ഈ വാപ്പി അധ്വാനിച്ച് എത്താത്തോണ്ട് അരീക്കോട് ഭാഗത്തുള്ളവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഒന്നാമത്തെ മോനെ ഞാൻ എന്ത് ചെയ്യാം, എന്റെ വീട്ടിൽ കൊണ്ടുവരാം, ഞാൻ പഠിപ്പിച്ചു, ഞാനൊന്ന് ഭക്ഷണം കൊടുത്തോളൂ, പഠിപ്പിച്ചോളൂ, ഞാൻ ഭക്ഷണം കൊടുത്തോളൂ, ഞങ്ങൾക്ക് 7 ആളായി ചുരുങ്ങോലോ, പട്ടിണി കൊണ്ടാണ് സമയം. അങ്ങനെ അദ്ദേഹം അരീക്കോട് ഭാഗത്തേക്ക് ഈ വാപ്പാന്റെ 1ാമത്തെ കുട്ടം കൊണ്ടു. സ്വാഭാവികമായിട്ട് അവിടുന്ന് ഇങ്ങനെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ സുല്ലം സലാം അറബിക്കോടയെ കൊണ്ടുപോയി ചേർന്നു. അവിടുന്ന് ആദ്യമായിട്ട് തൗഹീദ് കേൾക്കാണ്, സുന്നത്ത് കേൾക്കാണ്, ഇതൊക്കെ കേൾക്കാണ്. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും തൗഹീദിന്റെ പാതയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ വീട്ടിൽ പോയി അനിയനോടും അനിയത്തിനോടും പോയിട്ട് ഖുർആന് ഹദീസ് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് തൗഹീദിന്റെ ആശയം പറഞ്ഞു. അനിയനും അനിയത്തിയും തൗഹീദിലേക്ക് വന്നു. 8 മക്കളെയും ഇദ്ദേഹം പോയിട്ട് ദീനി ദഅവത്ത് നടത്തി തൗഹീദിലേക്ക് ആക്കി. അത് കഴിഞ്ഞിട്ട് വാപ്പിയും തൗഹീദിലേക്ക് വന്നു. ഇന്ന് ആ കുടുംബത്തിൽ 8 or 9 ദാഇമാര് അവർ ഉണ്ടാക്കിയ പള്ളി ഒക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. നമ്മളെ ലളിതമായിട്ട് പറയട്ടെ, ആ കുടുംബത്തെ മുഴുവൻ ഹിദായത്തിലേക്കാക്കാൻ അള്ള വെച്ച മാർഗം എന്താണ്? എന്താ മാർഗം? പട്ടിണി എങ്ങാൻ ആ കുടുംബത്തിലില്ലെങ്കിൽ ഒരു കുട്ടിയും കോളേജിലൊന്നും പഠിക്കുമായിരുന്നില്ല. അവിടെ നിന്നല്ലാതെ ഒരു ഹിദായത്തിന് വിളിച്ച തൽക്കാലം അള്ളാഹു എന്താ അറിയില്ല എങ്കിലും കിട്ടാൻ സാധ്യതയില്ല. സ്വർഗത്തിന്റെ വഴിയായ ഹിദായത്തിന് ആ കുടുംബത്തിന് അന്നത്തെ പട്ടിണി കൊടുത്തു. അതിൽ പുറത്തേക്കാണ് പോന്നു, അതിൽ ദീന് പഠിച്ചു, തിരിച്ചു വന്നു. നമ്മളെ ഇപ്പൊ മനസ്സിലാണില്ല ആ കുടുംബത്തിൽ എന്താ അറിയോ, പട്ടിണി ഹൈറായിരുന്നു. പട്ടിണി കിടക്കുമ്പോഴോ എന്ത് പടച്ചോനെ, എന്ത് ആകാതെ, എന്തിനാണ് ഇന്നോട് കാട്ടുന്നത്? നമ്മളെ നമ്മുടെ കുട്ടിക്ക് വേണ്ടി നമ്മൾ പനി വരുമ്പോ ചികിത്സിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കൂലേ? സ്വർഗ്ഗം മനസ്സിലാക്കുക. ഭാര്യ ഓപ്പറേഷൻ തിയേറ്ററിന് പോകുമ്പോൾ പുറത്തുനിന്നാണ് ടെൻഷൻ അടിക്കൂലേ? സ്വർഗ്ഗം മനസ്സിലാക്കുക. നമ്മളെ വാപ്പിമ്മി ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ ചീത്തറിയില്ലേ? സ്വർഗ്ഗം വിചാരിക്കുക. നമ്മൾ ചെയ്യാത്തതിൽ അമ്മാനിക്കപ്പെടൂലേ? സ്വർഗ്ഗം വിചാരിക്കുക. ടെൻഷൻ ഉണ്ടാവില്ല. ഓരോന്ന് തിരുത്താനും ഓരോന്നിനും കച്ചറൂടാനും ഓരോന്നിനും പൊട്ടി എന്തേ ആലോചിക്കാൻ മരിക്കുന്നത് വരെ ഒരു സമാധാനം ഇതിനോട് കിട്ടില്ല. നിസ്കാരങ്ങൾ നിർവഹിക്കും, സമാധാനം കിട്ടില്ല. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. അതുകൊണ്ട് ദുനിയാവാണ് സ്വർഗ്ഗമല്ല. സ്വർഗ്ഗത്തിൽ ഇൻഷാ അല്ലാഹ് പൂർണ്ണ സമാധാനം കിട്ടും. 2, അള്ളാഹുവിന്റെ വിധി മുഴുവൻ ഖൈറാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മനസ്സിലാവും. വലസൗഫ യുഅ്തിക റബ്ബുക ഫതർള, വലസൗഫ യുഅ്തി, പിന്നീട് ഞാൻ നിങ്ങൾക്ക് നൽകും, ഫതർള, അപ്പോൾ നിങ്ങൾക്ക് റാഹത്താവും, തൃപ്തിയാവും. ഇപ്പൊ ചിലപ്പോൾ മനസ്സിലാവില്ല. അള്ളാഹുവിന്റെ വാക്ക്. 3, നമ്മൾ അനുഭവിക്കുന്ന എന്തൊക്കെ പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും അതുകൊണ്ട് അള്ളാഹു നമുക്ക് സ്വർഗ്ഗം ഒരുക്കിയിട്ടുണ്ട്. അമൽ സ്വാലിഹാത്തുകൾ കൊണ്ട് അള്ളാഹുവിനെയും പ്രവാചകനെയും സഹാബാക്കളെയും കാണാൻ മാത്രം അമൽ സ്വാലിഹാത്തില്ലെങ്കിൽ അതെന്ത് ചെയ്യും? ചെറിയ പ്രയാസം വരും. അപ്പൊ അതുവഴി നമുക്ക് എന്തുണ്ടാവും? പടച്ചവനെ, ഇത് ഞാൻ ക്ഷമിച്ചാൽ, ഇത് പരിഹരിച്ച് ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് അല്ലാഹു റസൂലുള്ളാഹിയെ കാണാനുള്ള തൗഫീഖ് ആണെങ്കിൽ ഞാൻ റെഡിയാണ് എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയും. അള്ളാഹു നിങ്ങളേക്കുമാറാകട്ടെ.